Nursing Administration, Chapter 17. So, നോക്കിക്കോളൂ, types of patient care include mainly two types of patient care ആണ് എന്താണുള്ളത്, direct care and indirect care. Okay, direct care and indirect care. Direct care നോക്കിക്കോളൂ, care given by nursing staff while working in the presence patient and related to the patient physical and psychological requirements. Direct care consists of feeding, treatment, mobility, and medication, and the more dependent the patient is on the nurse to conduct related activity, the more hours of nursing care is required for that patient. Okay, direct care എന്ന് പറഞ്ഞാൽ അതായത് ഒരു നേഴ്സ് തന്നെ എന്താണ് ആ പേഷ്യന്റിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നേരിട്ട് ചെയ്തു കൊടുക്കുന്നതിനെയാണ് ഡയറക്റ്റ് കെയർ എന്ന് പറയുന്നത്. അതായത് ആ പേഷ്യന്റിന്റെ ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ റിക്വയർമെന്റ്സ് എല്ലാം ചെയ്തു കൊടുക്കുന്നത് ഒരു നേഴ്സ് ആയിരിക്കും. ഓക്കെ, അതായത് ഇപ്പോ ഫിസിക്കൽ നീഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, അയാൾക്ക് ആവശ്യമായ മെഡിസിൻസ്, മൊബിലിറ്റിക്ക് ഹെൽപ്പ് ചെയ്യുക, ട്രീറ്റ്മെന്റ്, ഫീഡിങ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എന്താണ് ഹെൽപ്പ് ചെയ്യുക. അതേപോലെ തന്നെ സൈക്കോളജിക്കൽ റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കാം, ഇമോഷണൽ ആയിട്ട് ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുക. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഒരു നേഴ്സ് ഡയറക്റ്റ് ആയിട്ട് ആ പേഷ്യന്റിന് ചെയ്തു കൊടുക്കുന്നതിനെയാണ് ഡയറക്റ്റ് കെയർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഡയറക്റ്റ് കെയർ. ഓക്കെ, നെക്സ്റ്റ് ആണ് ഇൻഡയറക്റ്റ് കെയർ. ഡയറക്റ്റ് കെയർ എന്ന് പറഞ്ഞാൽ ഒരു നേഴ്സ് എന്ത് ചെയ്യുന്നു, ആ വ്യക്തിക്ക് ആവശ്യമായ, പേഷ്യന്റിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നേരിട്ട് ചെയ്തു കൊടുക്കുന്നു. ഓക്കെ, മെഡിസിൻ നൽകുക, മൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക, ഇമോഷണൽ സപ്പോർട്ട് നൽകുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ. ഓക്കെ, ദെൻ ഇൻഡയറക്റ്റ് കെയർ, those ventures undertaken on the patient behalf but removed from his presence. Indirect care consists of assembling supplies and equipment, seeking advice with other healthcare team members, writing and reading the patient records, reporting, constructing discharge plans, etc. അതായത് ഒരു പേഷ്യന്റിന് ആവശ്യമായ എല്ലാ സർവീസുകളും എല്ലാ സേവനങ്ങളും അദ്ദേഹത്തിന്റെ പ്രസൻസിലല്ലാതെ ചെയ്തു കൊടുക്കുന്നതിനെയാണ് ഇൻഡയറക്റ്റ് കെയർ എന്ന് പറയുന്നത്. ഓക്കെ, പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ സേവനങ്ങളും സർവീസുകളും അദ്ദേഹത്തിന്റെ പ്രസൻസിലല്ലാതെ, പേഷ്യന്റിന്റെ പ്രസൻസിലല്ലാതെ എന്താണ് ചെയ്തു കൊടുക്കുന്നതിനെയാണ് ബിഹൈൻഡ് ദ സീൻ. ഓക്കെ, അത്തരത്തിൽ ചെയ്തു കൊടുക്കുന്നതിനെയാണ് ഇൻഡയറക്റ്റ് കെയർ എന്ന് പറയുന്നത്. എന്തൊക്കെയായിരിക്കാം അത്? ഇൻഡയറക്റ്റ് കെയർ എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കാം? മെഡിസിൻസ്, ആ വ്യക്തിക്ക് ആവശ്യമായ മെഡിസിൻസ് എന്താണ് എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ അഡ്വൈസ്, മറ്റ് ഹെൽത്ത് കെയർ ടീം മെമ്പേഴ്സിൽ നിന്നും അഡ്വൈസ് സീക്ക് ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ റിപ്പോർട്ട് എന്താണ് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഡിസ്ചാർജിന്റെ ടൈമിലാണെങ്കിൽ ഡിസ്ചാർജ് സമ്മറി ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇതെല്ലാം അദ്ദേഹത്തിന് വേണ്ടി ചെയ്തു കൊടുക്കുന്ന സർവീസുകളാണ്. ഇതെല്ലാം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പ്രസൻസിലാണോ? അല്ല. ഓക്കെ, അപ്പൊ ഇതിനെയാണ് ഇൻഡയറക്റ്റ് കെയർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഡയറക്റ്റ് കെയർ ആൻഡ് ഇൻഡയറക്റ്റ് കെയർ. Then staff development. Next topic ആണ് staff development. Staff development is the process which is directed towards the personal as well as professional growth of nurses and other staffs while they are employed by the healthcare. It refers to all the training and education provided to enhance the job-related and personal knowledge, skills and mentalities of vested employees. അതായത് ഒരു ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യുന്ന പലതരത്തിലുള്ള സ്റ്റാഫുകൾ ഉണ്ടായിരിക്കാം. നേഴ്സ് ആയിരിക്കാം, മറ്റ് സ്റ്റാഫുകളായിരിക്കാം. അവരുടെ പേഴ്സണൽ പരമായിട്ടുള്ള അല്ലെങ്കിൽ പ്രൊഫഷണൽ പരമായിട്ടുള്ള ഡെവലപ്മെന്റിനെയാണ് സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ആ സ്റ്റാഫുകൾക്ക് എന്താണ് അവരുടെ സ്കില്ല്, നോളജ് ഒക്കെ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട് അല്ലെ. അപ്പൊ അതിന്റെ ട്രെയിനിങ്ങിലൂടെ ആണെങ്കിലും മറ്റ് എഡ്യൂക്കേഷൻ ക്ലാസ്സുകളിലൂടെ ആണെങ്കിലും അവരുടെ സ്കില്ല്, നോളജ് ഒക്കെ എൻഹാൻസ് ചെയ്യുക. ഓക്കെ, സ്റ്റാഫുകളുടെ സ്കില്ലും നോളജും എൻഹാൻസ് ചെയ്യുക, അതിനെയാണ് സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സ്റ്റാഫ് ഡെവലപ്മെന്റ്, സ്റ്റാഫുകൾക്ക് എന്താണ് അവരുടെ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട സ്കില്ലുകൾ എൻഹാൻസ് ചെയ്യുന്നതിനെയാണ് സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്തരത്തില് ട്രെയിനിങ് കൊടുക്കുന്നത് കൊണ്ടുള്ള ഒബ്ജക്റ്റീവ്സ്, എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ട്രെയിനിങ്ങുകൾ അല്ലെങ്കിൽ സ്റ്റാഫ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസുകൾ സ്റ്റാഫുകൾക്ക് കൊടുക്കുന്നത്, നേഴ്സസിന് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയായിരിക്കാം? ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ് നോക്കിക്കോളൂ. ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് ഒബ്ജക്റ്റീവ്സ് ആണ് എൻഹാൻസ് എംപ്ലോയി പ്രൊഡക്ടിവിറ്റി. എംപ്ലോയീസിന്റെ, വർക്കേഴ്സിന്റെ പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ഓക്കെ, ഇത്തരം ട്രെയിനിങ് കൊടുക്കുന്നതിലൂടെ ആ സ്റ്റാഫുകളുടെ പ്രൊഡക്ടിവിറ്റി എന്താണ് എൻഹാൻസ് ചെയ്യാനായിട്ട്, ഇംപ്രൂവ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്.
And the second one, ensure safe and actual patient care by nurses. നേഴ്സസിന് പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള സേഫ് ആയിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള പരിചരണങ്ങൾ കെയർ കൊടുക്കാനായിട്ട് കെയർ കൊടുക്കാൻ കഴിയുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനായിട്ട് കഴിയുന്നുണ്ട്. ക്ലിയർ ആണോ? അതായത് പേഷ്യന്റിന് ആവശ്യമായ കെയർ നൽകാനായിട്ട് കഴിയുന്നുണ്ട്. And the third one, ensure satisfactory job performance by staffs. സ്റ്റാഫുകൾക്ക് അവരുടെ ജോലി എന്താണ് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് ട്രെയിനിങ് ഒക്കെ ലഭിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ കോൺഫിഡൻസ് സ്കിൽ എൻഹാൻസ് ആവും. അതോടുകൂടി തന്നെ അവരുടെ കോൺഫിഡൻസ് ഒക്കെ എന്താണ് ഇംപ്രൂവ് ആകുന്നതാണ്. സോ അവരുടെ ജോലി നല്ല രീതിയിൽ ചെയ്യാൻ കഴിയുമെന്ന് അവർക്ക് ഉറപ്പുവരുത്താനായിട്ട് കഴിയുന്നതാണ്. And the fourth one, orient the personnel towards their care objectives, job duties, personal policies. എന്താണ് ഇപ്പൊ വർക്കേഴ്സിന്റെ എംപ്ലോയീസിന്റെ അവരുടെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, ജോബുമായി ബന്ധപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട പോളിസികൾ എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഈ സ്റ്റാഫ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഈ 4 ഒബ്ജക്റ്റീവ്സ് ആയിട്ട് സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നത്. അപ്പൊ എന്താണ് സ്റ്റാഫ് ഡെവലപ്മെന്റ്? എന്താ സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്താണ്? സ്റ്റാഫുകളുടെ സ്കില്ല്, അവരുടെ നോളജ് എന്താണ് ഇംപ്രൂവ് ആക്കുന്നതിന് വേണ്ടി, എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടി നൽകുന്ന ട്രെയിനിങ്സ്, എഡ്യൂക്കേഷൻ പ്രോഗ്രാംസുകള്, വർക്ക്ഷോപ്സുകള് അല്ലെങ്കിൽ സെമിനാർസ്, ഇതിനെയാണ് എന്ത് സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്താ? എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാംസുകൾ നൽകുന്നത്? ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാ? ഫസ്റ്റ് വൺ എന്തായിരുന്നു? എംപ്ലോയീസിന്റെ പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ആൻഡ് സെക്കൻഡ് വൺ എന്തായിരുന്നു? നേഴ്സസിന് നല്ല രീതിയിൽ പേഷ്യന്റിന് കെയർ നൽകാനായിട്ട് കഴിയുന്നതാണ്. ആൻഡ് തേർഡ് വൺ എന്തായിരുന്നു? സ്റ്റാഫുകൾക്ക് നല്ല രീതിയിൽ ജോബ് എന്താണ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ആൻഡ് ദ ഫോർത്ത് വൺ എന്തായിരുന്നു? സ്റ്റാഫുകൾക്ക് അവരുടെ ഡ്യൂട്ടി എന്താണ്, റെസ്പോൺസിബിലിറ്റി എന്താണ്, ഇതുമായി ബന്ധപ്പെട്ട പോളിസി എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഈ ട്രെയിനിങ്ങിലൂടെ, ഈ സ്റ്റാഫ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസിലൂടെ കഴിയുന്നതാണ്. ക്ലിയർ ആണോ സ്റ്റാഫ് ഡെവലപ്മെന്റ്? സോ നെക്സ്റ്റ് പേജിൽ നോക്കിക്കോളൂ. ടൈപ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ്. ടൈപ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ്. മെയിൻലി there are 4 types of staff development. 4 ടൈപ്പ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ് വരുന്നുണ്ട്. അതായത് ട്രെയിനിങ്സ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസുകൾ 4 രീതിയിലാണ് സ്റ്റാഫുകൾക്ക് നൽകുന്നത്. ഏതൊക്കെയാണിത്? ഫസ്റ്റ് വൺ ആണ് ഇൻഡക്ഷൻ ട്രെയിനിങ്, സെക്കൻഡ് വൺ ജോബ് ഓറിയന്റേഷൻ, തേർഡ് വൺ ഇൻ സർവീസ് എഡ്യൂക്കേഷൻ, ഫോർത്ത് വൺ കണ്ടിന്യൂവിംഗ് എഡ്യൂക്കേഷൻ. ഫസ്റ്റ് വൺ ആണ് ഇൻഡക്ഷൻ ട്രെയിനിങ്. എന്താണ് ഇൻഡക്ഷൻ ട്രെയിനിങ്? Induction training is the training given to new employees by the employer in order to help in adjustment to their new job and familiarize with their new work environment and the people who are working around them. ഇൻഡക്ഷൻ ട്രെയിനിങ്ങിൽ പറയുന്നത് ഒരു എംപ്ലോയർ അവരുടെ ന്യൂ എംപ്ലോയീസിന്, പുതിയ സ്റ്റാഫുകൾക്ക് നൽകുന്ന ട്രെയിനിങ് പ്രോഗ്രാംസിനെയാണ് ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഒരു എംപ്ലോയർ ന്യൂ എംപ്ലോയീസിന് നൽകുന്ന ട്രെയിനിങ് പ്രോഗ്രാമിനെയാണ് ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പൊ എന്തിനു വേണ്ടി ആയിരിക്കും ഇത്തരത്തിലുള്ള ട്രെയിനിങ് നൽകുന്നത്? അവരുടെ പുതിയ ജോലി, അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട വർക്ക് പ്ലേസ്, അവർ വർക്ക് ചെയ്യുന്ന വർക്ക് പ്ലേസ്, അതേപോലെ മറ്റ് കൊളീഗ്സ്, ഇതുമായിട്ടൊരു ബന്ധം ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടി എംപ്ലോയർ എംപ്ലോയീസിന് നൽകുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആണ് ഇൻഡക്ഷൻ ട്രെയിനിങ്. ക്ലിയർ ആണോ? Second one ആണ് job orientation. Job orientation. The process of making aware of an individual of his or her roles, responsibilities and relationship in the new work situation. It's an individualized training program meant to get a newly hired employee more familiarized with their responsibilities. Job orientation. ആ പേരിൽ തന്നെ ഉണ്ട്. എന്താണ്? എന്തിനു വേണ്ടിയാണ്? അവരുടെ ജോബുമായിട്ട്, അവരുടെ ജോബിന്റെ കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്,
ഓക്കെ, അതിന്റെ ഡ്യൂട്ടി എന്താണ്, അവരുടെ റോൾ എന്താണ്, ആ ഒരു ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവരുടെ റോൾ എന്താണ്, അവരുടെ ജോബ് എന്താണ്, അതുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ആ സ്റ്റാഫിനെ അവെയർ ആക്കുന്നതിന് വേണ്ടി നൽകുന്ന ഒരു പ്രോസസ്സാണ് ജോബ് ഓറിയന്റേഷൻ. ക്ലിയർ ആണോ? അതായത് പുതിയ എംപ്ലോയീസിന് എന്ത് ചെയ്യുന്നു, അവരുടെ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് കൂടുതൽ പരിചയപ്പെടുത്താനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ട്രെയിനിങ് പ്രോഗ്രാം ആണ് ജോബ് ഓറിയന്റേഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ. ഇൻ സർവീസ് എഡ്യൂക്കേഷൻ, an educational experience planned before to provide in the job setting and closely identified with the services in order to help person discharge his duties more effectively as a person and as a worker. It is thus a planned instructional or training program given by an employee agency in the employment setting. Okay, in service education എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? അതായത് ഒരു വ്യക്തി, ഒരു പേഴ്സൺ എന്ന നിലയിലും അതേപോലെ തന്നെ ഒരു വർക്കർ എന്ന നിലയിലും അവരുടെ ഡ്യൂട്ടീസ്, അവരുടെ സ്കില്ല്, അതേപോലെ നോളജ്, ഇത്തരം കാര്യങ്ങൾ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടി ജോലിയോടൊപ്പം തന്നെ നൽകുന്ന ട്രെയിനിങ് പ്രോഗ്രാംസിനെയാണ് എന്ത് പറയുന്നത്? ഇൻ സർവീസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ജോലിയുമായി ബന്ധപ്പെട്ട അവരുടെ സ്കില്ല് അല്ലെങ്കിൽ നോളജ് എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടി ജോലിയോടൊപ്പം തന്നെ നൽകുന്ന ട്രെയിനിങ് പ്രോഗ്രാംസിനെയാണ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ, ആൻഡ് ദ ഫോർത്ത് വൺ, കണ്ടിന്യൂവിംഗ് എഡ്യൂക്കേഷൻ. Continuing education is all the learning activities that happen after an individual has completed his basic education. It involves planned learning experiences beyond a basic nursing educational program. Okay, continuing education എന്താണ്? അതിലും ആ പേരിൽ തന്നെ ഉണ്ട്. എന്താണ് സൂചിപ്പിക്കുന്നത്? എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ഒരു കണ്ടിന്യൂയിങ് പ്രോസസ് ആണ്. അതായത് ഒരു ഇൻഡിവിജ്വൽ, ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ എഡ്യൂക്കേഷനും കംപ്ലീറ്റ് ആക്കിയതിനു ശേഷവും തുടർന്ന് ആ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഫീൽഡ് ഏതാണോ അതുമായി ബന്ധപ്പെട്ട ലേണിംഗിൽ ഏർപ്പെടുന്നതിനെയാണ് കണ്ടിന്യൂവിംഗ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇപ്പൊ ഒരു നേഴ്സ് അവരുടെ ബേസിക് എഡ്യൂക്കേഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഇനി ടെക്നിക്കലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ആ ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ ടെക്നിക്കലൊക്കെ അറിഞ്ഞിരിക്കണം, കുറച്ചല്ലേ ടെക്നിക്കൽ നോളജ് ഒക്കെ അറിഞ്ഞിരിക്കണം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എന്താണ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി സെലക്ട് ചെയ്യുന്ന കോഴ്സുകൾ ഉണ്ടായിരിക്കാം, അല്ലെ? ജോലിയോടൊപ്പം തന്നെ ചെയ്യുന്ന കോഴ്സസ് ഉണ്ടായിരിക്കാം. അപ്പൊ അതിനെയാണ് കണ്ടിന്യൂവിംഗ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സോ മെയിൻലി എത്ര ടൈപ്പ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ് ഉണ്ട്? ഏതൊക്കെയാണ്? 4 types of staff development ഉണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഇൻഡക്ഷൻ ട്രെയിനിങ്. എന്താണ് ഇൻഡക്ഷൻ ട്രെയിനിങ്? അതായത് ഒരു എംപ്ലോയർ പുതിയൊരു സ്റ്റാഫ് വരുമ്പോൾ അവർക്ക് നൽകുന്ന ട്രെയിനിങ് പ്രോഗ്രാംസിനാണ് ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടി നൽകുന്ന ട്രെയിനിങ് ആണ്? ജോബിനേക്കാൾ ഉപരി എന്താണ്? ആ വർക്ക് പ്ലേസുമായിട്ട് ഒരു പരിചയം ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടി, ആ കൊളീഗ്സുമായിട്ട് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടി, ഓക്കെ, ജോബിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി. അപ്പൊ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി എംപ്ലോയർ നൽകുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആണ്. ദെൻ ജോബ് ഓറിയന്റേഷൻ ആണെങ്കിലോ ഏതാണോ ഒന്നുകൂടി പറയേണ്ടത്? ഇൻഡക്ഷൻ ട്രെയിനിങ് ആണോ? ഇൻഡക്ഷൻ ട്രെയിനിങ്. ഓക്കെ, ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എംപ്ലോയർ എംപ്ലോയിക്ക് നൽകുന്ന ട്രെയിനിങ് പ്രോഗ്രാം ആണ്. ഓക്കെ, എംപ്ലോയിക്ക് നൽകുന്ന ട്രെയിനിങ് പ്രോഗ്രാം ആണ് ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാണ് ഈ ട്രെയിനിങ് നൽകുന്നത്? ആ ഒരു എംപ്ലോയിനെ സംബന്ധിച്ച് അയാൾ ആ പ്ലേസിൽ എന്താണ്, ആ വർക്ക് പ്ലേസിൽ പുതിയൊരാളാണ്, അല്ലെ? അപ്പൊ ആ ജോലിയുമായി ബന്ധപ്പെട്ട ആ വർക്ക് പ്ലേസ് എങ്ങനെയുള്ളതാണ്, അവിടുത്തെ കൊളീഗ്സുമായിട്ട് ഒരു ബന്ധം ബിൽഡ് ചെയ്യേണ്ടതുണ്ട്, അല്ലെ? അതിനുവേണ്ടി നൽകുന്ന ഒരു ചെറിയ കാലയളവാണ് ഈ ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അതിനെയാണ് ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ജോബ് ഓറിയന്റേഷൻ ആണെങ്കിലോ? ജോബ് ഓറിയന്റേഷൻ എന്തിനു വേണ്ടി നൽകുന്നതാ? ജോലിയുമായി ബന്ധപ്പെട്ട് റോൾസ്, റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട്.
വെരി ഗുഡ്. എന്താണ് ജോബുമായി കൂടുതൽ ഉത്തരവാദിത്വം, ജോബിന്റെ ആ ജോലിയുടെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി നൽകുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആണ് ജോബ് ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇൻ സർവീസ് എഡ്യൂക്കേഷൻ എന്താ? ഇൻ സർവീസ് എഡ്യൂക്കേഷൻ ജോബുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്കില്ല് എൻഹാൻസ് ചെയ്യാനായിട്ട് ജോലിയോടൊപ്പം നൽകുന്ന ട്രെയിനിങ് ആണ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ. വെരി ഗുഡ്. ജോലിയോടൊപ്പം തന്നെ നൽകുന്ന ട്രെയിനിങ്ങുകൾ അല്ലെങ്കിൽ എന്താണ് വർക്ക്ഷോപ്പുകൾ, സെമിനാർസ് ഒക്കെ നൽകാറില്ലേ? അപ്പൊ അത്തരത്തിലുള്ള പ്രോഗ്രാംസിനെയാണ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ കണ്ടിന്യൂവിംഗ് എഡ്യൂക്കേഷൻ ആണെങ്കിലോ? ഒരാൾ ബേസിക് എഡ്യൂക്കേഷൻ പൂർത്തിയാക്കിയതിനു ശേഷം അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ട്രെയിനിങ്സിൽ പ്രോഗ്രാംസിലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് കണ്ടിന്യൂവിംഗ് എഡ്യൂക്കേഷൻ. അതായത് അയാളുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പോഴും എന്താണ് സ്കിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതിനെയാണ് കണ്ടിന്യൂവിംഗ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ്, ഇത്തരത്തില് ട്രെയിനിങ് നൽകുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ്, ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ നോക്കിക്കോളൂ. ജനറേറ്റ് എ പോസിറ്റീവ് ഓർഗനൈസേഷണൽ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഹെൽത്തി വർക്ക് പ്ലേസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ഓക്കെ, ഒരു ഹെൽത്തി വർക്ക് പ്ലേസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ആൻഡ് ദ സെക്കൻഡ് വൺ, ഫെസിലിറ്റേറ്റ് ഓപ്പൺ ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ്. എന്താണ്? ഇത്തരത്തിൽ ട്രെയിനിങ് നൽകുന്നത് കൊണ്ട് എല്ലാവർക്കിടയിലും എന്താണ് ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനും അതുവഴി നല്ലൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനും പോസിബിൾ ആകുന്നതാണ്. ഓക്കെ, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ എന്താണ്? കഴിയുന്നതാണ്. Then pass over organizational messages to workers. ഇനി ഇത്തരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാംസുകൾ അല്ലെങ്കിൽ മീറ്റിംഗിന്റെ ടൈമിലാണെങ്കിലും മാനേജ്മെന്റിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് ഈ സ്റ്റാഫുകൾക്കിടയിലേക്ക് പാസ് ചെയ്യിക്കാനായിട്ട്, അവരിലേക്ക് എത്തിക്കാനായിട്ട് കഴിയുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണോ? മാനേജ്മെന്റിന് എന്തൊക്കെ കാര്യങ്ങളാണോ സ്റ്റാഫുകളോട് പറയാനുള്ളത് അത് ഇത്തരം മീറ്റിങ്ങുകളിലോ അല്ലെങ്കിൽ ട്രെയിനിങ് പ്രോഗ്രാംസിന്റെ വേളകളിലോ പറയാവുന്നതാണ്. ഈസി ആക്സസ് ടു നോളജബിൾ കൊളീഗ്സ് ത്രൂ, അതായത് എന്താണ്, ഇപ്പോ സീനിയർ ആയിട്ടുള്ള കൊളീഗ്സ് ഒക്കെ ഉണ്ടായിരിക്കാം അല്ലെ? അപ്പൊ ഇത്തരം ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആയതുകൊണ്ട് തന്നെ എന്താണ്, സീനിയർ ആയിട്ടുള്ള വ്യക്തികളിൽ നിന്നും അഡ്വൈസോ സജഷൻസോ പുതിയ സ്റ്റാഫുകൾക്ക് നേടാവുന്നതാണ്. ക്ലിയർ ആണോ? മെയിൻ ആയിട്ട് 4 അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? ഒരു ഹെൽത്തി വർക്ക് പ്ലേസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. സെക്കൻഡ് വൺ എന്തായിരുന്നു? ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ എന്താണ്? പോസിബിൾ ആണ്. തേർഡ് വൺ, മാനേജ്മെന്റിന് എന്താണ് പറയാനുള്ള കാര്യങ്ങൾ ആ മീറ്റിംഗിന്റെ ടൈമിലോ ട്രെയിനിങ്ങിന്റെ സമയത്തോ എന്താണ് സ്റ്റാഫുകൾക്കിടയിലേക്ക് പറയാവുന്നതാണ്. ആൻഡ് ദ ഫോർത്ത് വൺ, കൊളീഗ്സിനിടയിൽ നിന്നും എന്താണ് നോളജബിൾ ആയിട്ടുള്ള അറിവുള്ള കൊളീഗ്സിനിടയിൽ നിന്നും എന്താണ് അഡ്വൈസോ സജഷൻസോ നേടാവുന്നതാണ്. ക്ലിയർ ആണോ? അഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ നോക്കിക്കോളൂ. റോൾ ഓഫ് അഡ്മിനിസ്ട്രേറ്റർ ഇൻ സ്റ്റാഫ് ഡെവലപ്മെന്റ്. റോൾ ഓഫ് അഡ്മിനിസ്ട്രേറ്റർ ഇൻ സ്റ്റാഫ് ഡെവലപ്മെന്റ്. സ്റ്റാഫ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു അഡ്മിനിസ്ട്രേറ്ററിന്റെ റോൾ എന്തൊക്കെയായിരിക്കാം? ഫസ്റ്റ് വൺ, യൂസസ് പ്രിൻസിപ്പിൾ ഓഫ് ലേണിംഗ് വെൻ ഹെൽപ്പിംഗ് എംപ്ലോയീസ് ടു ലേൺ ന്യൂ സ്കിൽസ് ഓർ ഇൻഫർമേഷൻസ്. എന്താണ്? യൂസസ് പ്രിൻസിപ്പിൾ ഓഫ് ലേണിംഗ് വെൻ ഹെൽപ്പിംഗ് എംപ്ലോയീസ് ടു ലേൺ ന്യൂ സ്കിൽസ് ഓർ ഇൻഫർമേഷൻസ്. അതായത് പുതിയ സ്കില്ലുകൾ അല്ലെങ്കിൽ എന്താണ് പുതിയ നോളജ്, ഇൻഫർമേഷൻ ഒക്കെ പഠിക്കാനായിട്ട് ജീവനക്കാരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എന്താണ് ഈ അഡ്മിനിസ്ട്രേറ്റർക്ക് കഴിയുന്നതാണ്. ഓക്കെ, പുതിയ സ്കില്ല്, ഇൻഫർമേഷൻസ് ഒക്കെ തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി ജീവനക്കാരെ സഹായിക്കാനായിട്ട് അഡ്മിനിസ്ട്രേറ്ററിന് കഴിയുന്നതാണ്. ആൻഡ് ദ സെക്കൻഡ് വൺ, uses teaching techniques that strengthen staff. Okay, സ്റ്റാഫുകളെ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ടീച്ചിങ് ടെക്നിക്സുകൾ യൂസ് ചെയ്യാനായിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്ററിന് കഴിയുന്നതാണ്. അതായത് അവർക്ക് എന്താണ് ട്രെയിനിങ് പ്രോഗ്രാംസുകൾ നൽകാം, അതേപോലെ തന്നെ മെന്ററിങ് ചെയ്യാം, കോച്ചിങ് നൽകാം. ഇത്തരത്തിലുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് സ്റ്റാഫുകളെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ആൻഡ് ദ തേർഡ് വൺ, കണ്ടിന്യൂസ്ലി അസസ് ലേണിംഗ് നീഡ്സ് ഓഫ് ഈച്ച് യൂണിറ്റ്. ഓരോ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഓരോ യൂണിറ്റിലും എന്താണോ പുതിയ സ്കില്ലുകൾ പഠിക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എന്താണ് അസസ് ചെയ്യുക അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ഒരു അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ക്ലിയർ ആണോ? ആൻഡ് ദ ഫോർത്ത് വൺ, ലീഡ്സ് എംപ്ലോയീസ് റിഗാർഡിംഗ് നോളജ് ആൻഡ് സ്കിൽ ഡെഫിസിറ്റ്. ഓക്കെ, അതായത് സ്റ്റാഫുകൾക്ക് എന്തെങ്കിലും എന്താണ്
ഇപ്പൊ എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ മീൻസ് സ്കിൽ ഇപ്പോ എൻഹാൻസ് ചെയ്യണമെങ്കിൽ അത് ഏത് മേഖലയിലാണ്, ഏത് ഫീൽഡിലാണ് ആ സ്റ്റാഫിന് ആ ഒരു സ്കിൽ ഇല്ലാത്തത്, അത് കണ്ടെത്തി അത് ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്ററിന് കഴിയുന്നതാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞ നേഴ്സസിന്, ചില നേഴ്സസിന് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചിലപ്പോൾ അറിയില്ലായിരിക്കാം. അപ്പൊ അത് പഠിപ്പിക്കുന്നതിന് ആവശ്യമായ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്തു കൊടുക്കാനായിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്ററിന് കഴിയുന്നതാണ്. ക്ലിയർ ആണോ? ഫോർ റോൾ ഓഫ് ആൻ അഡ്മിനിസ്ട്രേറ്റർ. അഡ്മിനിസ്ട്രേറ്ററിന്റെ റോള്, ഫസ്റ്റ് റോൾ എന്തായിരുന്നു? പുതിയ സ്കില്ലുകൾ അതേപോലെ തന്നെ നോളജ് ഒക്കെ എംപ്ലോയീസിന് പഠിക്കുന്നതിന് വേണ്ട ഹെൽപ്പുകൾ ചെയ്തു കൊടുക്കാനായിട്ട് കഴിയുന്നതാണ്. സെക്കൻഡ് വൺ എന്താണ്? സ്റ്റാഫുകളെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ടുള്ള ടീച്ചിങ് ടെക്നിക്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. പ്രൊവൈഡ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ആൻഡ് തേർഡ് വൺ, ഓരോ യൂണിറ്റിലും പുതിയ സ്കിൽസ് ഒക്കെ പഠിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതായത് കണ്ടിന്യൂസ് ആയിട്ട് അസസ് ചെയ്യാനുള്ള. ഓക്കെ, ഏത് യൂണിറ്റിലാണ് ഏത് ടൈപ്പ് ഓഫ് സ്കില്ലാണ് അവരെ പഠിപ്പിക്കേണ്ടത്, അത്തരം കാര്യങ്ങൾ എന്താണ് മനസ്സിലാക്കി അത് കണ്ടിന്യൂസ് ആയിട്ട് അസസ് ചെയ്യുന്നുണ്ട്, അവരെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. അതൊരു അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടിയാണ്. ആൻഡ് ദ ഫോർത്ത് വൺ എന്താണ്? എംപ്ലോയീസിന് എന്തെങ്കിലും നോളജോ സ്കില്ലൊക്കെ ഇംപ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അവർ കൂടുതൽ മികച്ചതാക്കാനായിട്ട് എംപ്ലോയീസിനെ ഹെൽപ്പ് ചെയ്യുന്നു അഡ്മിനിസ്ട്രേറ്റർ. ഓക്കെ, അതിനാവശ്യമായ കോച്ചിങ് അല്ലെങ്കിൽ ട്രെയിനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്ററിന് കഴിയുന്നതാണ്. ഇപ്പൊ ക്ലിയർ ആണോ ഒരു അഡ്മിനിസ്ട്രേറ്ററിന്റെ റോൾ എന്തെല്ലാമാണെന്ന്? നെക്സ്റ്റ് ടോപ്പിക് ആണ് നേഴ്സിംഗ് ഹൈറാർക്കി ആൻഡ് ഫങ്ഷൻസ്. നേഴ്സിംഗ് ഹൈറാർക്കി ആൻഡ് ഫങ്ഷൻസ് നോക്കിക്കോളൂ. The structure of organization determines the employee's behavior through the effects of role, power, status, responsibility, authority, and communication. Nursing is a large department in every hospital, hence it has a hierarchy as doctors do, and it is necessary to understand different nursing classifications. അതായത് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് അതിനൊരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും അല്ലെ, ഒരു ഘടന ഉണ്ടായിരിക്കും എല്ലാ ഡിപ്പാർട്ട്മെന്റിനും. അപ്പോൾ അത് അല്ലെങ്കിൽ എന്താണ് ഒരു ഗ്രേഡിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കും അല്ലെ, റാങ്കിങ് ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ സ്റ്റാഫുകൾക്കും അവരുടെ റോൾ എന്താണ്, ഓരോ സ്റ്റാഫിന്റെയും റോൾ എന്താണ്, അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഈ ഒരു ഗ്രേഡിംഗ് സിസ്റ്റം ആയിരിക്കും. ക്ലിയർ ആണോ? ഇപ്പൊ ഡോക്ടേഴ്സ്, നേഴ്സിംഗ് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽസിലെ ഒരു ലാർജ് ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. അതേപോലെ തന്നെ ഡോക്ടേഴ്സിന്റെ കാര്യത്തിൽ നമ്മൾ പറയാറുണ്ട് സീനിയർ ഡോക്ടർ, ജൂനിയർ ഡോക്ടർ എന്നൊക്കെ പറയാറില്ലേ. അതേപോലെ തന്നെ നേഴ്സിംഗിലും എന്താണ് ഇത്തരത്തിലുള്ള ഗ്രേഡിംഗ് സിസ്റ്റം, ഹൈറാർക്കി നിലവിലുണ്ട്. ഏതൊക്കെയാണത്? നെക്സ്റ്റ് പേജിൽ നോക്കിക്കോളൂ. ഫസ്റ്റ് പൊസിഷനിൽ ഏറ്റവും ഉയർന്ന പൊസിഷനിലെ സ്ഥാനം വഹിക്കുന്നത് ആരാ? നഴ്സിംഗ് ഡയറക്ടർ ആണ്. അതിന് താഴെ ആരാ? നഴ്സിംഗ് സൂപ്രണ്ടന്റ്. നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. ഓക്കെ, അതിന് താഴെ നഴ്സിംഗ് സൂപ്പർവൈസർ. Then നഴ്സിംഗ് ഇൻചാർജ്. ഓക്കെ, then സ്റ്റാഫ് നഴ്സ്. ഏറ്റവും താഴെയുള്ളത് ആരാ? നഴ്സിംഗ് നഴ്സിംഗ് അസിസ്റ്റന്റ് ആണ്. സോ ഏറ്റവും ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത് നഴ്സിംഗ് ഡയറക്ടർ ആണ്, ഏറ്റവും താഴെയുള്ളത് നഴ്സിംഗ് അസിസ്റ്റന്റ് ആണ്. ഓക്കെ, ഇനി ഇവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് നഴ്സിംഗ് ഡയറക്ടർ. നോക്കിക്കോളൂ. It is the nursing director who provides direction to the nursing staff and coordinate health service. Their duties consist of supervising all nursing staff and looking after patient care, as well as administrative functions like record keeping, budgeting, etc. At minimum, they require co-workers or bachelor degree in nursing along with at least 10 years of experience in deemed firms. Okay, in nursing director ആരാണ്, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ഒരു നഴ്സിംഗ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ എന്താണ് എല്ലാ സ്റ്റാഫുകളെയും ഡയറക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, ഹെൽത്ത് കെയർ സർവീസിലെ എല്ലാ സ്റ്റാഫുകളെയും ഡയറക്റ്റ് ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുന്നതും ഒരു നഴ്സിംഗ് ഡയറക്ടർ ആണ്. ക്ലിയർ ആണോ? ആ ഹോസ്പിറ്റലിലെ എല്ലാ നഴ്സിംഗ് സ്റ്റാഫുകളെയും കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യുന്നത് ആരാണ്? ഒരു നഴ്സിംഗ് ഡയറക്ടർ ആയിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ
നേഴ്സിംഗ് സ്റ്റാഫുകളെ സൂപ്പർവൈസ് ചെയ്യുന്നു, പേഷ്യന്റിന്റെ കെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നു, അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻസ് ഭരണപരമായ ചില കാര്യങ്ങൾ കൂടി അദ്ദേഹത്തിന് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതെന്തൊക്കെയാ? റെക്കോർഡ് കീപ്പ് ചെയ്യുക, ബജറ്റിംഗ്, ഓക്കെ, ഇത്തരം അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക്സ് കൂടി ഒരു നേഴ്സിംഗ് ഡയറക്ടർ ചെയ്യുന്നുണ്ട്. ഇനി ഒരു നേഴ്സിംഗ് ഡയറക്ടർ ആകണമെങ്കിൽ എന്തെല്ലാം ക്വാളിഫിക്കേഷൻ വേണം? എന്താണ്? ബാച്ചിലർ ഡിഗ്രി വേണം. നേഴ്സിംഗിൽ എന്താണ്? ഒരു ബാച്ചിലർ ഡിഗ്രിയോടൊപ്പം തന്നെ എന്താണ്? അറ്റ്ലീസ്റ്റ് കുറഞ്ഞത് 10 വർഷത്തെ എക്സ്പീരിയൻസ് എങ്കിലും ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു വ്യക്തിക്കാണ് നേഴ്സിംഗ് ഡയറക്ടർ ആകാനായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളത്. മനസ്സിലായോ? നേഴ്സിംഗ് ഡയറക്ടർ ആ ഹോസ്പിറ്റൽസിലെ എല്ലാ നേഴ്സിംഗ് സ്റ്റാഫുകളെയും ഡയറക്റ്റ് ചെയ്യുന്നത് നേഴ്സിംഗ് ഡയറക്ടർ ആണ്. അതോടൊപ്പം തന്നെ പിന്നെ എന്ത് ചെയ്യുന്നു? എന്താണ്? പേഷ്യന്റിന്റെ കെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നു, അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻസ് ഡീൽ ചെയ്യുന്നു. പിന്നെ ഇതിന് ക്വാളിഫിക്കേഷൻ എന്താണ്? 10 വർഷത്തെ എക്സ്പീരിയൻസും അതോടൊപ്പം തന്നെ ഒരു ഡിഗ്രിയും ഉണ്ടായിരിക്കണം. ദെൻ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ഇനി അദ്ദേഹത്തിന്റെ മറ്റു ഡ്യൂട്ടീസ് അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ആണ് ടു ഡയറക്റ്റ്, ഓവർസീ ആൻഡ് ഇവാലുവേറ്റ് ഓൾ നഴ്സിംഗ് സ്റ്റാഫും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സ്റ്റാഫുകളെയും, എല്ലാ നഴ്സിംഗ് സ്റ്റാഫുകളെയും ഓവർസീ ചെയ്യുക, ഓക്കെ, അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുക. ഇതെല്ലാം ഒരു നഴ്സിംഗ് ഡയറക്ടറിന്റെ ഡ്യൂട്ടിയാണ്. ടു ഗൈഡ് സ്റ്റാഫിംഗ് പ്രൊസീജിയർ. ഓക്കെ, സ്റ്റാഫിംഗ് എന്താ? സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എന്താണ് സ്റ്റാഫിംഗ്? പഠിച്ചതല്ലേ നമ്മൾ? സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ ഒരു റൈറ്റ് പൊസിഷനിലേക്ക് ഒരു റൈറ്റ് ആയിട്ടുള്ള പേഴ്സണെ തെരഞ്ഞെടുത്ത് അപ്പോയിന്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്റ്റാഫിംഗുമായി ബന്ധപ്പെട്ട പ്രൊസീജിയറിന് ഗൈഡൻസ് നൽകുന്നത് ഒരു നേഴ്സിംഗ് ഡയറക്ടറിന്റെ ഉത്തരവാദിത്വമാണ്. ക്ലിയർ ആണോ? Then third point, to set a long-term goals for nursing department. നേഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള ലോങ് ടേം ഗോൾസുകൾ സെറ്റ് ചെയ്യേണ്ടത് ഒരു നേഴ്സിംഗ് ഡയറക്ടർ ആണ്. ഓക്കെ, ലോങ് ടേം ഗോൾസുകൾ, നേഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള ലോങ് ടേം ഗോളുകൾ സെറ്റ് ചെയ്യേണ്ടത് ഒരു നേഴ്സിംഗ് ഡയറക്ടർ ആണ്. അറേഞ്ച് ആൻഡ് കോർഡിനേറ്റ് അഡ്മിഷൻ, നേഴ്സിംഗ് ആൻഡ് പേഷ്യന്റ് കെയർ പ്രൊസീജിയർ. അതേപോലെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നേഴ്സിംഗ് പേഷ്യന്റ് കെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യേണ്ടതും അറേഞ്ച് ചെയ്യേണ്ടതും ഒരു നേഴ്സിംഗ് ഡയറക്ടർ ആണ്. സെറ്റിൽ ഇഷ്യൂസ് ആൻഡ് പ്രോബ്ലംസ്, ബോത്ത് ഡിപ്പാർട്ട്മെന്റൽ ഇഷ്യൂസ് ആൻഡ് പേഷ്യന്റ് ഇഷ്യൂസ്. ഡിപ്പാർട്ട്മെന്റൽ വൈസ് ആയിട്ടുള്ള ഇഷ്യൂസ്, പേഷ്യന്റിന്റെ ഇഷ്യൂസ്, ഇത്തരം കാര്യങ്ങളെല്ലാം സെറ്റിൽ ചെയ്യേണ്ടത് ആരാണ്? ഒരു നേഴ്സിംഗ് ഡയറക്ടർ ആണ്. റിപ്പോർട്ട് ടു അപ്പർ മാനേജ്മെന്റ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട, സ്റ്റാഫിംഗുമായി ബന്ധപ്പെട്ട, നേഴ്സിംഗുമായി ബന്ധപ്പെട്ട എല്ലാ റിപ്പോർട്ടുകളും അപ്പർ മാനേജ്മെന്റിന് സമർപ്പിക്കേണ്ടതും ഒരു നേഴ്സിംഗ് ഡയറക്ടർ ആണ്. ക്ലിയർ ആണോ? നേഴ്സിംഗ് ഡയറക്ടർ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാ? ഫസ്റ്റ് വൺ എന്തായിരുന്നു? Oversees and evaluate all nursing staff. Okay, then second one, To guide staffing procedure. സ്റ്റാഫിംഗിന് ആവശ്യമായിട്ടുള്ള ഗൈഡൻസ് നൽകുക. ഓക്കെ, തേർഡ് വൺ, to set long-term goal for the nursing department. നേഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള ലോങ് ടേം ഗോളുകൾ എന്ത് ചെയ്യുക? സെറ്റ് ചെയ്യുക. ഓക്കെ, then To set long-term, arrange and coordinate admission, nursing and patient care procedure. എന്താണെന്ന് പറഞ്ഞാല് അഡ്മിഷൻ, അതേപോലെ നേഴ്സിംഗ് പേഷ്യന്റ് കെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുക, അത് കോർഡിനേറ്റ് ചെയ്യുക. ദെൻ ഡിപ്പാർട്ട്മെന്റൽ പരമായിട്ടുള്ള ഇഷ്യൂസ് സോൾവ് ചെയ്യുക, അപ്പർ മാനേജ്മെന്റിന് റിപ്പോർട്ട് സമർപ്പിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒരു നേഴ്സിംഗ് ഡയറക്ടറിന്റെ ഉത്തരവാദിത്തമാണ്, ഡ്യൂട്ടിയാണ്, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ആണ്. ക്ലിയർ ആണോ ഇത്? Yes, clear ആണ്. ഓക്കെ, ഇനി സെക്കൻഡ് പൊസിഷനിൽ വരുന്നത് ആരാ? സെക്കൻഡ് പൊസിഷനില് Nursing superior. നേഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്തൊക്കെയാണ് നോക്കിക്കോളൂ. നേഴ്സിംഗ് സൂപ്രണ്ടന്റ് ആക്ട് ആസ് ദി സെക്കൻഡ് കമാൻഡ് ഇൻ ദ നേഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി ഹോസ്പിറ്റൽ. ഓക്കെ, ഒരു ഹോസ്പിറ്റലിലെ സെക്കൻഡ് പൊസിഷനിൽ വരുന്ന സ്റ്റാഫാണ് നേഴ്സിംഗ് സൂപ്രണ്ടന്റ് എന്ന് പറയുന്നത്. He or she will be held responsible for management and supervision of nursing services of the different departments of the hospital. Okay, ഹോസ്പിറ്റൽസിലെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിലെ നേഴ്സിംഗ് സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തി ആരാ? നേഴ്സിംഗ്
ആരാണ്? ഡയറക്ടർ ആണോ സൂപ്രണ്ടന്റ് ആണോ? ഡിപ്പാർട്ട്മെന്റ് നേഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. ഓവറോൾ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത് ആരാ? നഴ്സിംഗ് ഡയറക്ടർ. നേഴ്സിംഗ് ഡയറക്ടർ ആണ്. ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് നേഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. ഓക്കെ. ദെൻ in all areas of the nursing activity, he or she will help the nursing director and act as director in the absence of the nursing director. ഇനി മറ്റൊരു പ്രത്യേകത എന്താ? നേഴ്സിംഗ് ഡയറക്ടറിന്റെ ആബ്സെൻസിൽ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് ചെയ്യേണ്ടത് ആരാ? നേഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. ഓക്കെ. അപ്പൊ മെയിൻ ആയിട്ട് 3 കാര്യങ്ങളാണ് പറഞ്ഞത്. എന്തായിരുന്നു? സെക്കൻഡ് പൊസിഷനിൽ വരുന്ന വ്യക്തിയാണ് ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ, നേഴ്സിംഗ് സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് നേഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. അതേപോലെ തന്നെ നേഴ്സിംഗ് ഡയറക്ടറിന്റെ ആബ്സെൻസിൽ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ചെയ്യേണ്ടതും ഈ നേഴ്സിംഗ് സൂപ്രണ്ടന്റ് തന്നെയാണ്. ക്ലിയർ ആണോ? ദെൻ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, അദ്ദേഹത്തിന്റെ മറ്റ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? He or she will help the nursing director in his work. നമ്മൾ പറഞ്ഞു എന്താണ്? നേഴ്സിംഗ് ഡയറക്ടറിനെ വർക്കിൽ ഹെൽപ്പ് ചെയ്യുക. രണ്ടാമത്തെ എന്താണ്? അക്കൗണ്ടബിൾ ഫോർ മാസ്റ്റർ റൊട്ടേഷൻ ഓഫ് നേഴ്സസ്. ഡിപ്പാർട്ട്മെന്റിലെ എന്താണ്? നേഴ്സസിന്റെ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്യുക. അതിനെയാണ് മാസ്റ്റർ റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഡ്യൂട്ടീസ് ഷിഫ്റ്റുകൾ മാറി മാറി വരില്ലേ, അത് അസൈൻ ചെയ്യേണ്ടത്, അതിനുള്ള ഷെഡ്യൂൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? ഒരു നേഴ്സിംഗ് സൂപ്രണ്ടിന്റേതാണ്. ഓക്കെ. Check and confirm the duty roster of staff nurses prepared by nursing in charge. ഇനി നേഴ്സിംഗ് ഇൻചാർജ് പ്രിപ്പയർ ചെയ്യുന്ന ഈ ഡ്യൂട്ടി ലിസ്റ്റ് കൺഫേം ചെയ്യേണ്ടതും ചെക്ക് ചെയ്യേണ്ടതും ഒരു നേഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. ഓക്കെ. ക്ലിയർ ആണോ? നേഴ്സിംഗ് ഇൻചാർജ് പ്രിപ്പയർ എന്തോ ആ പോയിന്റ് ഒന്നുകൂടി പറയും. പറയാം. നേഴ്സിംഗ് ഇൻചാർജ് പ്രിപ്പയർ ചെയ്യുന്ന ഷിഫ്റ്റിന്റെ ലിസ്റ്റ്, അതായത് വർക്ക് ഷിഫ്റ്റിന്റെ ലിസ്റ്റ് ഉണ്ടായിരിക്കും. ആ ലിസ്റ്റ് ചെക്ക് ചെയ്യേണ്ടതും അത് ഉറപ്പുവരുത്തേണ്ടതും കൺഫേം ചെയ്യേണ്ടതും ആരാണ്? ഒരു നേഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. ആൻഡ് ദ ഫോർത്ത് വൺ, അക്കൗണ്ടബിൾ ടു റിസീവ് റിപ്പോർട്ട് ഫ്രം ദ നൈറ്റ് സൂപ്പർവൈസർ. അതായത് നൈറ്റ് ഷിഫ്റ്റിലുള്ള ആ സൂപ്പർവൈസറിന്റെ റിപ്പോർട്ട് റിസീവ് ചെയ്യേണ്ടതും ഈ നേഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. ഇപ്പൊ നൈറ്റ് ഷിഫ്റ്റിലുള്ളപ്പോ പേഷ്യന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ പേഷ്യന്റിന്റെ ഹെൽത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതല്ലെങ്കിൽ സ്റ്റാഫുകളുടെ നേഴ്സിംഗ് സ്റ്റാഫുകളുടെ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള നൈറ്റ് ഷിഫ്റ്റിലെ ഡാറ്റാസ് റിസീവ് ചെയ്യേണ്ടതും ഈ നേഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. ഓർഗനൈസ് ദ സ്റ്റാഫ് മീറ്റിംഗ് റെഗുലർലി. ഇനി മീറ്റിംഗുകൾ കണ്ടക്ട് ചെയ്യേണ്ടത്, സ്റ്റാഫ് മീറ്റിംഗുകൾ റെഗുലർ ആയിട്ട് ഓർഗനൈസ് ചെയ്യേണ്ടതും നേഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. Keep the record of staff statistics in connected with educational programs. അതേപോലെ തന്നെ എന്താണ്? ട്രെയിനിങ് പ്രോഗ്രാംസുകൾ, അതേപോലെ എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസിലൊക്കെ പങ്കെടുത്തിട്ടുള്ള സ്റ്റാഫുകളുടെ ഡീറ്റെയിൽസ്, അവരുടെ ഡാറ്റാസ് റെക്കോർഡ് ചെയ്യേണ്ടതും അത് കീപ്പ് ചെയ്യേണ്ടതും ഈ നേഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. ആരെല്ലാം ട്രെയിനിങ് പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, അത്തരം കാര്യങ്ങളുടെ വിവരങ്ങൾ, ആ ഡാറ്റാസ് എല്ലാം സ്റ്റോർ ചെയ്യേണ്ടതും അത് കീപ്പ് ചെയ്യേണ്ടതും ആരാണ്? നേഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. Supervise neatness of the ward. Supervise neatness of the ward with the help of nursing in charge. ഇനി പറയുന്ന കാര്യം എന്താ? നേഴ്സിംഗ് ഇൻചാർജിനോടൊപ്പം തന്നെ വാർഡിലെ നീറ്റ്നെസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂപ്പർവൈസ് ചെയ്യുക. ഓക്കെ. നേഴ്സിംഗ് ഇൻചാർജിനോടൊപ്പം തന്നെ വാർഡിലെ നീറ്റ്നെസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂപ്പർവൈസ് ചെയ്യേണ്ടത് നേഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. Arrange and plan nursing care activities of the ward as per hospital policies and service. അതായത് ഹോസ്പിറ്റൽ പോളിസി അനുസരിച്ച് വാർഡിലെ നേഴ്സിംഗ് കെയർ ആക്ടിവിറ്റികൾ അറേഞ്ച് ചെയ്യുകയും പ്ലാൻ ചെയ്യേണ്ടതും ഒരു നേഴ്സിംഗ് സൂപ്രണ്ടിന്റെ ഡ്യൂട്ടിയാണ്. ക്ലിയർ ആണോ? ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് നേഴ്സിംഗ് സൂപ്രണ്ടന്റ്. ഫസ്റ്റ് വൺ എന്തായിരുന്നു? നേഴ്സിംഗ് ഡയറക്ടറെ ഹെൽപ്പ് ചെയ്യുക. ഓക്കെ. രണ്ടാമത്തെ എന്തായിരുന്നു? നേഴ്സിന്റെ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്യുക. ഓക്കെ. തേർഡ് വൺ? പിന്നെ നഴ്സിംഗ് ഇൻചാർജ് പ്രിപ്പയർ ചെയ്യുന്ന ഡ്യൂട്ടി റോസ്റ്റർ ഒക്കെ ചെക്ക് ചെയ്ത് കൺഫേം ചെയ്യണം. ഓക്കെ. അതുമായി ബന്ധപ്പെട്ട ലിസ്റ്റുകൾ ചെക്ക് ചെയ്യുക, കൺഫേം ചെയ്യുക. ആൻഡ് ദ ഫോർത്ത് വൺ? നൈറ്റ് സൂപ്പർവൈസറിന്റെ റിപ്പോർട്ട് റിസീവ് ചെയ്യണം. ഓക്കെ. ദെൻ പിന്നെ സ്റ്റാഫ് മീറ്റിംഗ് റെഗുലർ ആയിട്ട് കണ്ടക്ട് ചെയ്യണം. പിന്നെ എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസിലൊക്കെ പങ്കെടുത്തുള്ള സ്റ്റാഫുകളുടെ റെക്കോർഡ്സ് ഒക്കെ കീപ്പ് ചെയ്യണം.
അവരുടെ ഡീറ്റെയിൽസ് ആ ഡാറ്റാസ് കീപ്പ് ചെയ്യുക. ദെൻ പിന്നെ നഴ്സിംഗ് ഇൻചാർജിനോടൊപ്പം തന്നെ വാർഡിന്റെ നീറ്റ്നെസ് ഒക്കെ സൂപ്പർവൈസ് ചെയ്യണം. ആ പിന്നെ ഹോസ്പിറ്റലിന്റെ പോളിസീസും സർവീസും ഒക്കെ അനുസരിച്ച് നഴ്സിംഗ് കെയർ ഒക്കെ അറേഞ്ച് ചെയ്യണം, ആക്ടിവേറ്റ് ചെയ്യണം. ആക്ടിവിറ്റീസുകൾ അറേഞ്ച് ചെയ്യുക, പ്ലാൻ ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു നഴ്സിംഗ് സൂപ്രണ്ടിന്റെ ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് വരുന്നത്. ഇനി തേർഡ് പൊസിഷനിൽ വരുന്നത് ആരാ? നഴ്സിംഗ് സൂപ്പർവൈസർ. ഓക്കെ, നഴ്സിംഗ് സൂപ്പർവൈസർ ആണ്. Nursing supervisor is considered as nursing executive and is part of the leadership team. There is a nursing supervisor available around the clock. Nursing supervisor should always be ready to attend patient either in person or by way of consultation in an on-call capacity. Nursing superintendent oversees the nursing supervisor. ഇനി nursing supervisor എന്ന് പറഞ്ഞാൽ എന്താണ്? നഴ്സിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ നഴ്സിംഗ് സൂപ്പർവൈസറിന്റെ സർവീസ് ഒരു ഹോസ്പിറ്റലിൽ അറൌണ്ട് ദി ക്ലോക്ക് മീൻസ് 24 അവേഴ്സും എന്താണ് അവൈലബിൾ ആയിരിക്കണം. അതെങ്ങനെയായിരിക്കണം? അതായത് പേഷ്യന്റിന്റെ കെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരിട്ടോ അല്ലെങ്കിൽ എന്താണ് ത്രൂ കോളിലൂടെയോ ഫോണിലൂടെയോ ഇതുമായി ബന്ധപ്പെട്ട ഇൻസ്ട്രക്ഷൻസ് അദ്ദേഹത്തിന്റെ സർവീസ് നൽകിയിരിക്കണം. ദെൻ നഴ്സിംഗ് സൂപ്രണ്ടന്റ് ഓവർസീസ് ദ നഴ്സിംഗ് സൂപ്പർവൈസർ. ഇനി നഴ്സിംഗ് സൂപ്പർവൈസറിനെ ഓവർസീ ചെയ്യുന്നത് ആരായിരിക്കും? അദ്ദേഹത്തിന്റെ മുകളിലുള്ള ഉദ്യോഗസ്ഥനായിരിക്കും അല്ലെ? ആരാണപ്പോ അത്? നഴ്സിംഗ് നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ് നഴ്സിംഗ് സൂപ്പർവൈസറെ ഓവർസീ ചെയ്യുന്നത്. ഓക്കെ, അഡ്വൈസ്, നിർദ്ദേശങ്ങൾ, ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നൽകുന്നത് നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആയിരിക്കും. ക്ലിയർ ആണോ? സോ നഴ്സിംഗ് എക്സിക്യൂട്ടീവ് എന്നായിട്ട് അങ്ങനെ ആ രീതിയിലാണ് കൺസിഡർ ചെയ്യുന്നത്. 24 അവേഴ്സും അദ്ദേഹത്തിന്റെ സർവീസ് അവൈലബിൾ ആയിരിക്കണം. ഒന്നില്ലെങ്കിൽ ഡയറക്റ്റ് നേരിട്ടോ അതല്ലെങ്കിൽ എന്താണ് ഫോണിലൂടെയോ ഇൻസ്ട്രക്ഷൻസ് നൽകിയിരിക്കണം. ഇനി അദ്ദേഹത്തെ ഓവർസീ ചെയ്യുന്നത് നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. Then duties and responsibilities. ഇനി നഴ്സിംഗ് സൂപ്പർവൈസറിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? To select, orient, train, assign, schedule, coaching, counseling and discipline employees. Okay, തെരഞ്ഞെടുക്കപ്പെടുന്ന പുതിയ സ്റ്റാഫുകൾക്ക് എന്താണ് ഡ്യൂട്ടീസ് അസൈൻ ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട് അവർക്ക് കോച്ചിങ്ങുകൾ നൽകുക, അഡ്വൈസുകൾ നൽകുക, ഇൻസ്ട്രക്ഷൻസ് നൽകുക, ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത് ഒരു നഴ്സിംഗ് സൂപ്പർവൈസർ ആണ്. ഓക്കെ, meet operational standards by donating information to strategic plans and procedures. ഹോസ്പിറ്റൽസിന്റെ പ്രവർത്തനങ്ങൾ ഇംപ്രൂവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഡാറ്റാസ്, പ്ലാനുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ഹോസ്പിറ്റൽസിന് ആവശ്യമായ ഡാറ്റാസ്, പ്ലാനുകളൊക്കെ എന്താണ് പ്രൊവൈഡ് ചെയ്യുക. തേർഡ് വൺ, മെയിൻറ്റെയിൻ നഴ്സിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് റൈറ്റ് നോംസ്, പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. എന്താണ് പോളിസീസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതേപോലെ നഴ്സിംഗ് പ്രിൻസിപ്പിൾസ്, ഇത്തരം കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഐഡന്റിഫൈ പേഷ്യന്റ് സർവീസ് നീഡ്സ് ബൈ എസ്റ്റാബ്ലിഷിംഗ് പേഴ്സണൽ റിലേഷൻഷിപ്പ്. പേഷ്യന്റുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, പേഷ്യന്റുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തുകൊണ്ട് ആ പേഷ്യന്റിന് എന്തെല്ലാം കാര്യങ്ങളാണ് ആവശ്യമായിട്ട് വരുന്നത്, അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, നീഡ്സ് എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. അതും ഒരു നഴ്സിംഗ് സൂപ്പർവൈസറിന്റെ ഡ്യൂട്ടിയാണ്. പ്രൊവൈഡ് ഇൻഫർമേഷൻ നീഡഡ് ടു പേഷ്യൻസ് ആൻഡ് ഹെൽത്ത് കെയർ ടീം. എന്താണ് ഹെൽത്ത് കെയർ ടീമിനും അതോടൊപ്പം തന്നെ ആർക്കാണ് പേഷ്യന്റിനും ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. മെയിൻറ്റെയിൻ ഡോക്യുമെന്റേഷൻ ഓഫ് പേഷ്യന്റ് കെയർ സർവീസ്. പേഷ്യന്റ് കെയർ സർവീസുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുക. ആൻഡ് ലാസ്റ്റ് വൺ എന്താണ്? കൺഫേം ഓപ്പറേഷൻ ഓഫ് മെഡിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്യുപ്മെന്റ് ആൻഡ് വെരിഫൈ എമർജൻസി എക്യുപ്മെന്റ് അവൈലബിലിറ്റി. അതേപോലെ മെഡിസിൻസ്, എക്യുപ്മെന്റ്സുകൾ ഇതൊക്കെ അവൈലബിൾ ആണോ, എമർജൻസി എക്യുപ്മെന്റ് എല്ലാം അവൈലബിൾ ആണോ തുടങ്ങിയ കാര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടതും ഒരു നഴ്സിംഗ് സൂപ്പർവൈസർ ആണ്. ക്ലിയർ ആണോ? എന്തൊക്കെയാ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിൽ വരുന്നത്? ഫസ്റ്റ് വൺ എന്താ? എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുക, ട്രെയിൻ ചെയ്യുക, കോച്ചിങ്സ് ഒക്കെ ഷെഡ്യൂൾ ചെയ്യുക, കൗൺസിലിംഗ് ചെയ്യുക. അത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടത് ഒരു നഴ്സിംഗ് സൂപ്പർവൈസർ ആണ്. ഓക്കെ, ദെൻ
പിന്നെ ഹോസ്പിറ്റൽസിന്റെ ഓരോ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള ഡാറ്റ പ്ലാൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ. ദെൻ പിന്നെ ഹോസ്പിറ്റലിന്റെ നഴ്സിംഗ് പ്രിൻസിപ്പൾസും പോളിസീസ് പ്രൊസീജിയേഴ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ ഒരു പേഷ്യന്റായിട്ടും പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയിട്ട് ബിൽഡ് ചെയ്ത് പേഷ്യന്റിന്റെ നീഡ്സ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞ് അതിനനുസരിച്ചുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ. പിന്നെ പേഷ്യന്റും ഹെൽത്ത് കെയർ ടീമിനും ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാം. പിന്നെ പേഷ്യന്റ് കെയർ സർവീസസ് ബന്ധപ്പെട്ടിട്ടുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാം. പിന്നെ മെഡിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്യുപ്മെന്റ് വെരിഫൈ, പിന്നെ അതുപോലെ തന്നെ അത് ഒക്കെ കൺഫേം ചെയ്യാം. അതിന്റെ അവൈലബിലിറ്റി, എമർജൻസി എക്യുപ്മെന്റ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഉണ്ടോ എന്നുള്ളതൊക്കെ ഉള്ളത് കൺഫേം ചെയ്യാം. എമർജൻസി എക്യുപ്മെന്റ്സുകളൊക്കെ അവൈലബിൾ ആണോ, കറക്റ്റ് ടൈമിൽ എന്താണ് അത് പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ, അതേപോലെ തന്നെ ഇത്തരം എക്യുപ്മെന്റ്സുകൾ അവൈലബിൾ ആണ് തുടങ്ങിയ കാര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടതും ഒരു നേഴ്സിംഗ് സൂപ്പർവൈസർ ആണ്. ദെൻ നെക്സ്റ്റ് പൊസിഷൻ ആരാ? നഴ്സിംഗ് ഇൻചാർജ്. നഴ്സിംഗ് ഇൻചാർജ് ആണ്. ഓക്കെ. ഇനി അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? സോ നേഴ്സിംഗ് ഇൻചാർജിനെ കുറിച്ച് നമ്മൾ നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞായിരുന്നു, ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? എന്തായിരുന്നു അത്? നേഴ്സിംഗ് ഇൻചാർജ്, നേഴ്സിംഗ് സൂപ്രണ്ടന്റിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിലെ തേർഡ് പോയിന്റ് ഒന്ന് വായിച്ചു നോക്കിയേ. മൂന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു? Check and confirm the duty roster of staff nurses prepared by nursing in charge. അതായത് ആ ഷിഫ്റ്റുമായി ബന്ധപ്പെട്ട ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്? നേഴ്സിംഗ് ഇൻചാർജ് ആണ്. ഓക്കെ. അപ്പൊ നോക്കിക്കോളൂ, നേഴ്സിംഗ് ഇൻചാർജ്. It is the duty of the nursing in charge to schedule and direct the nursing care in a specific ward or unit during each assigned shift. If there is any problem with the patient, it is the nursing in charge who contact the patient first. If the patient is not satisfied with this response, ask to speak to the nurse supervisor. ഓക്കെ. അപ്പൊ നേഴ്സിംഗ് ഇൻചാർജിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? വാർഡുമായി ബന്ധപ്പെട്ട ഷിഫ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ. അത്തരം ഷിഫ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്യുക. ഓക്കെ. അത് നേഴ്സിംഗ് ഇൻചാർജിന്റെ ഡ്യൂട്ടിയാണ്. ഇനി അതോടൊപ്പം തന്നെ പേഷ്യന്റിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ആദ്യം സോൾവ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യേണ്ടത് ആരാ? നേഴ്സിംഗ് ഇൻചാർജ് ആണ്. ഇനി നേഴ്സിംഗ് ഇൻചാർജിന്റെ ആ റെസ്പോൺസിൽ, ആ മറുപടിയിൽ എന്താണ്? പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ അദ്ദേഹം പിന്നെ കാണേണ്ടത് ആരെയാ? സൂപ്പർവൈസറിനെ ആയിരിക്കും. ഓക്കെ. ക്ലിയർ ആണോ? 3 പോയിന്റ്. വാർഡിലെ ഷിഫ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അസൈൻ ചെയ്യുക. അതേപോലെ തന്നെ പ്രോബ്ലംസ് വന്നാൽ ആദ്യം അത് സോൾവ് ചെയ്യേണ്ടത് നേഴ്സിംഗ് ഇൻചാർജ് ആണ്. പിന്നെ പറയുന്നത് എന്താ? അദ്ദേഹത്തിന്റെ മറുപടിയിൽ സാറ്റിസ്ഫൈഡ് അല്ല പേഷ്യന്റ് എങ്കിൽ നെക്സ്റ്റ് അദ്ദേഹം പോകേണ്ടത് നേഴ്സിംഗ് സൂപ്പർവൈസറുടെ അടുത്തേക്കാണ്. ദെൻ നേഴ്സിംഗ് ഇൻചാർജിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കോളൂ. To supervise and support all nursing staff. വാർഡിലെ എല്ലാ നേഴ്സസിന്റെയും എന്താണ്? നേഴ്സിംഗ് സ്റ്റാഫുകളുടെയും നേഴ്സിംഗ് സ്റ്റാഫുകളെ സൂപ്പർവൈസ് ചെയ്യുക. ഓക്കെ. ക്ലിയർ ആണോ? നേഴ്സിംഗ് സ്റ്റാഫുകളെ സൂപ്പർവൈസ് ചെയ്യുക. രണ്ടാമത്തെ എന്താണ്? റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റെയിനിങ് ഹൈ ലെവൽ പേഷ്യന്റ് സർവീസ്. അതായത് പേഷ്യന്റിന് ഹൈ ലെവൽ ഓഫ് കെയർ പ്രൊവൈഡ് ചെയ്യുന്നതിൽ റെസ്പോൺസിബിൾ ആരാണ്? നേഴ്സിംഗ് ഇൻചാർജ് ആണ്. പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള കെയർ ലഭിക്കുന്നുണ്ടെന്ന്, ഹൈ ലെവൽ ഓഫ് കെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് നേഴ്സിംഗ് ഇൻചാർജ് ആണ്. ടു പ്രിപ്പയർ മന്ത്ലി ഡ്യൂട്ടി റോസ്റ്റർ ആൻഡ് റിപ്പോർട്ട് സൂപ്പർവൈസർ. ഓക്കെ. മാസത്തിലെ ഷിഫ്റ്റുമായി ബന്ധപ്പെട്ട ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുകയും അത് സൂപ്പർവൈസറിന് റിപ്പോർട്ട് ചെയ്യേണ്ടതും സൂപ്പർവൈസറിന് ഹാൻഡ് ഓവർ ചെയ്യേണ്ടതും ഒരു നേഴ്സിംഗ് ഇൻചാർജിന്റെ ഡ്യൂട്ടിയാണ്. ടു മെയിൻറ്റെയിൻ വാർഡ് ഓപ്പറേഷൻസ്. വാർഡിലെ പ്രവർത്തനങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ആരാണ്? നേഴ്സിംഗ് ഇൻചാർജ് ആണ്. ടു മെയിൻറ്റെയിൻ മെഡിക്കേഷൻസ് ആൻഡ് നാർക്കോട്ടിക് റിപ്പോർട്ട്സ്. അതായത് മരുന്നുകൾ അതേപോലെ ഡ്രഗ്സിന്റെ ഒക്കെ റിപ്പോർട്ടുകൾ കീപ്പ് ചെയ്യേണ്ടതും അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും നേഴ്സിംഗ് ഇൻചാർജ് ആണ്. ക്ലിയർ ആണോ? നേഴ്സിംഗ് ഇൻചാർജ് സ്റ്റാഫുകളെ സൂപ്പർവൈസ് ചെയ്യുക, ഹൈ ലെവൽ ഓഫ് പേഷ്യന്റ് കെയർ പ്രൊവൈഡ് ചെയ്യുക, മന്ത്ലി ഡ്യൂട്ടി റോസ്റ്റർ റിപ്പോർട്ട് ചെയ്യുകയും അത് സൂപ്പർവൈസറിന് ഹാൻഡ് ഓവർ ചെയ്യുകയും ചെയ്യുക, വാർഡിലെ പ്രവർത്തനങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക,
മെഡിക്കേഷൻസും അതേപോലെ മറ്റ് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ കീപ്പ് ചെയ്യുക. ഇപ്പോൾ 5 ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് വരുന്നുണ്ട്. റോസ്റ്റർ മീൻസ് അവരുടെ ഷിഫ്റ്റ് ലിസ്റ്റ് ഇല്ലേ, ആ ലിസ്റ്റിനെയാണ് ഡ്യൂട്ടി റോസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പൊസിഷൻ ആരാ? സ്റ്റാഫ് നഴ്സ്. സ്റ്റാഫ് നഴ്സ്. ഇപ്പൊ നമ്മൾ സാധാരണ ഹോസ്പിറ്റലിൽ പോയാൽ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്, നമ്മൾ കൂടുതലും ഇടപഴകുന്നത് ആരുമായിട്ടാണ്? ഏത് നേഴ്സാണ്? സ്റ്റാഫ് നേഴ്സ് ആയിട്ടാണ്. ഓക്കെ, സ്റ്റാഫ് നേഴ്സ്. നോക്കിക്കോളൂ. ഇറ്റ് ഈസ് ദ സ്റ്റാഫ് നേഴ്സ് ഹു ഹാൻഡിൽസ് ദ ലാർജസ്റ്റ് സെഗ്മെന്റ് ഓഫ് ഹെൽത്ത് കെയർ വർക്ക്. Staff nurse must have bachelor degree or diploma from recognized nursing program. They spend a lot of their time providing direct patient care. Staff nurse continuously observe, monitor and assess the progress of each patient. If there is a sudden change in any patient's condition, nurse takes appropriate action such as medication or calling the doctor. ഓക്കെ, അപ്പൊ എന്താണ്, ഒരു ഹെൽത്ത് കെയർ വർക്കിലെ ലാർജ് സെഗ്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നത് ആരാണ്? അധിക കാര്യങ്ങളും കൂടുതൽ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നത് ആണ്. ഓക്കെ, ഇനി അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ, ഒരു സ്റ്റാഫ് നഴ്സ് ആകണമെങ്കിൽ എന്തെല്ലാം ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം? ബാച്ചിലർ ഡിഗ്രിയോ നഴ്സിംഗ് പ്രോഗ്രാമില് ഡിപ്ലോമയോ അല്ലെങ്കിൽ ബാച്ചിലർ ഡിഗ്രിയോ ഉണ്ടായിരിക്കണം. ഇനി ഒരു ഹോസ്പിറ്റലില് പേഷ്യന്റുമായിട്ട് കൂടുതൽ സമയം എന്താണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഒരു സ്റ്റാഫ് നേഴ്സ് ആണ്. ഇനി സ്റ്റാഫ് നേഴ്സ് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? പേഷ്യന്റിന്റെ ഹെൽത്തുമായി ബന്ധപ്പെട്ട പ്രോഗ്രസ് അതെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യേണ്ടതും സ്റ്റാഫ് നേഴ്സ് ആണ്. ഇനി ആ പേഷ്യന്റിന്റെ ഹെൽത്തുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സഡൻ ചേഞ്ച് ഉണ്ടായാൽ അതിനാവശ്യമായിട്ടുള്ള ആക്ഷൻസ് സ്വീകരിക്കേണ്ടത് ഒരു സ്റ്റാഫ് നേഴ്സ് ആണ്. അതായത് മെഡിസിൻസ് നൽകുക, അല്ലെങ്കിൽ എന്താണ് ഡോക്ടറെ കോൾ ചെയ്യുക, ഇത്തരം കാര്യങ്ങളും ചെയ്യേണ്ടത് ഒരു സ്റ്റാഫ് നേഴ്സ് ആണ്. ക്ലിയർ ആണോ? സോ ലാർജ് സെഗ്മെന്റും ഹാൻഡിൽ ചെയ്യുന്നത് സ്റ്റാഫ് നേഴ്സ് ആണ്. പിന്നെന്താണ്, ബാച്ചിലർ ഡിഗ്രിയോ അല്ലെങ്കിൽ ഡിപ്ലോമയോ ഉണ്ടായിരിക്കണം. പേഷ്യന്റുമായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ആരാണ്? സ്റ്റാഫ് നേഴ്സ് ആണ്. അതേപോലെ തന്നെ പേഷ്യന്റിന്റെ ഹെൽത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്തിരിക്കണം. ഇനി പേഷ്യന്റിന്റെ ഹെൽത്തിൽ എന്തെങ്കിലും ഒരു സഡൻ ചേഞ്ച് കണ്ടെത്തിയാൽ ഉടൻ തന്നെ മെഡിസിൻസ് നൽകുക, അതേപോലെ തന്നെ ഡോക്ടറെ കോൾ ചെയ്യേണ്ടതും ഒരു സ്റ്റാഫ് നേഴ്സിന്റെ ഡ്യൂട്ടിയാണ്. Is it clear? Staff nurse. Clear. Okay, then നോക്കിക്കോളൂ, duties and responsibilities. ഫസ്റ്റ് ഡ്യൂട്ടി എന്താ? എസ്റ്റാബ്ലിഷ് പേഴ്സണൽ റിലേഷൻ വിത്ത് പേഷ്യന്റ്. പേഷ്യന്റുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് എന്താണ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഓക്കെ, അതൊരു സ്റ്റാഫ് നേഴ്സിന്റെ ഡ്യൂട്ടിയാണ്. എസ്റ്റാബ്ലിഷ് എ സിമ്പത്തറ്റിക് എൻവയോൺമെന്റ് ബൈ പ്രൊവൈഡിങ് ഇമോഷണൽ, സൈക്കോളജിക്കൽ, സ്പിരിച്വൽ സപ്പോർട്ട് ടു പേഷ്യൻസ്, ഫ്രണ്ട്സ്, ഫാമിലീസ്. അതായത് പേഷ്യന്റിന് അതേപോലെ തന്നെ അവരുടെ മറ്റ് ഫാമിലി മെമ്പേഴ്സിനെല്ലാം ഒരു ഇമോഷണൽ സപ്പോർട്ട് നൽകേണ്ടതും ഒരു സ്റ്റാഫ് നേഴ്സ് ആണ്. സോൾവ് പേഷ്യൻസ് പ്രോബ്ലം, മെയിൻറ്റെയിൻ സേഫ് ആൻഡ് ക്ലീൻ വർക്കിംഗ് എൻവയോൺമെന്റ്. പേഷ്യന്റിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, അതോടൊപ്പം തന്നെ എന്താണ് ആ വർക്ക് പ്ലേസ് ക്ലീൻ ആയിട്ട് സേഫ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും ഈ സ്റ്റാഫ് നേഴ്സിന്റെ ഡ്യൂട്ടിയാണ്. മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സ്റ്റോറേജ് പ്രൊസീജിയേഴ്സ്. അതായത് മരുന്നുകൾ അതിന്റെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മരുന്നിന്റെ സ്റ്റോറേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതെല്ലാം ഡീൽ ചെയ്യേണ്ടതും ഒരു സ്റ്റാഫ് നേഴ്സ് ആണ്. ഡോക്യുമെന്റ് പേഷ്യന്റ് കെയർ സർവീസ് ബൈ ചാർട്ടിംഗ്. ഓക്കെ, ചാർട്ട് ഉണ്ടായിരിക്കും എല്ലാ പേഷ്യന്റിനും. എന്താണ് അവരുടെ ഹെൽത്ത് ഡീറ്റെയിൽസ് എഴുതുന്നതിന് വേണ്ടി ഒരു ചാർട്ട് ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അത്തരം ചാർട്ടില് പേഷ്യന്റിന്റെ എന്താണ് നഴ്സിംഗ് കെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രേഖപ്പെടുത്തേണ്ടതും ഈ സ്റ്റാഫ് നഴ്സിന്റെ ഡ്യൂട്ടിയാണ്. ദെൻ മെയിൻറ്റെയിൻ പേഷ്യന്റ് കോൺഫിഡൻസ് ആൻഡ് കീപ് ഇൻഫർമേഷൻ കോൺഫിഡൻഷ്യൽ. അതായത് പേഷ്യന്റിന് ആവശ്യമായ കോൺഫിഡൻസ് നൽകുക, അതോടൊപ്പം തന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കും, ചിലപ്പോൾ രോഗത്തെക്കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കാം, അത്തരം കാര്യങ്ങൾ എന്താണ് സീക്രട്ട് ആയിട്ട് കീപ്പ് ചെയ്യുക. ഇതെല്ലാം ഒരു സ്റ്റാഫ് നഴ്സിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്, ഉത്തരവാദിത്വമാണ്. മെയിൻറ്റെയിൻ ദ ഇൻവെന്ററി ചെക്കിംഗ്. അതായത് മെഡിസിൻസ് ഒക്കെ അവൈലബിൾ ആണോ, സപ്ലൈസ് എക്യുപ്മെന്റ്സുകളൊക്കെ അവൈലബിൾ ആണോ തുടങ്ങിയ കാര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് ഒരു സ്റ്റാഫ് നഴ്സ് ആണ്. മെയിൻറ്റെയിൻ പ്രൊഫഷണൽ ആൻഡ് ടെക്നിക്കൽ നോളജ് ബൈ അറ്റൻഡിങ് എഡ്യൂക്കേഷണൽ വർക്ക്ഷോപ്പ്.
അതോടൊപ്പം തന്നെ ലാസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്, അവരുടെ പ്രൊഫഷണൽ നോളജ്, ടെക്നിക്കൽ നോളജ് ഇംപ്രൂവ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങുകൾ അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ വർക്ക്ഷോപ്പുകൾ അറ്റൻഡ് ചെയ്യുക. അതും ഒരു സ്റ്റാഫ് നഴ്സിന്റെ ഡ്യൂട്ടിയാണ്. ക്ലിയർ ആണോ? സ്റ്റാഫ് നഴ്സിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്താ? പേഷ്യന്റുമായിട്ട് ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഓക്കെ. പിന്നെ പേഷ്യൻസിന് അവരുടെ ഫ്രണ്ട്സ്, ഫാമിലിക്കൊക്കെ ഒരു ഇമോഷണൽ, സൈക്കോളജിക്കൽ, സ്പിരിച്വൽ സപ്പോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യണം. പിന്നെ പേഷ്യന്റിന്റെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യണം. പിന്നെ ആ വർക്കിംഗ് എൻവയൺമെന്റ് കൂടുതൽ സേഫ് ആയിട്ട്, ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ, സ്റ്റോറേജ് പ്രൊസീജിയറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യണം. പിന്നെ പേഷ്യന്റ് കെയർ സർവീസുമായിട്ടുള്ള ചാർട്ടിങ്സ് ഒക്കെ ഡോക്യുമെന്റ് ചെയ്യണം. പിന്നെ പേഷ്യന്റിന്റെ കോൺഫിഡൻസ് ഒക്കെ കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ അവര് നൽകണ ഇൻഫർമേഷൻസ് ഒക്കെ നല്ല സീക്രട്ട് ആയിട്ട് തന്നെ കീപ്പ് ചെയ്യുക. പിന്നെ മെഡിസിൻസ്, എക്യുപ്മെന്റ്സ് ഒക്കെ അവൈലബിൾ ആണോ എന്നുള്ളത് മെയിൻറ്റെയിൻ ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. പിന്നെ പ്രൊഫഷണൽ ടെക്നിക്കൽ നോളജ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എഡ്യൂക്കേഷണൽ വർക്ക്ഷോപ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക, കണ്ടക്ട് ചെയ്യുക. അതിലൊക്കെ പങ്കെടുക്കുക. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? സ്റ്റാഫ് നേഴ്സ്. ആൻഡ് ലാസ്റ്റ് പൊസിഷനിൽ വരുന്നത് ആരാ? ഏറ്റവും താഴെ ഏറ്റവും താഴെ വരുന്നത് നേഴ്സിംഗ് അസിസ്റ്റന്റ് ആണ്. ഓക്കെ, നോക്കിക്കോളൂ. നേഴ്സിംഗ് അസിസ്റ്റന്റ് ഓർ അസിസ്റ്റന്റ് നേഴ്സിംഗ് ഈസ് ഇൻഡിവിജ്വൽ who works under a staff nurse in supportive role under. Assistants have duties like helping patients with their basic needs. They must be completed short-term diploma course of nursing. Okay, ഇനി ഒരു നഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും തട്ടിലുള്ളതാണ് അല്ലെ? അതായത് സ്റ്റാഫ് നഴ്സിന് താഴെയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വൽ ആണ് നഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഇനി അവരുടെ ഡ്യൂട്ടി എന്താണ്? പേഷ്യന്റിന്റെ ബേസിക് നീഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യേണ്ടത് ആരാണ്? അതൊക്കെ നോക്കി നടത്തേണ്ടത് ഒരു നഴ്സിംഗ് അസിസ്റ്റന്റിന്റെ ഡ്യൂട്ടിയാണ്. ഇനി ഒരു നഴ്സിംഗ് അസിസ്റ്റന്റ് ആവണമെങ്കിൽ എന്തെല്ലാം ക്വാളിഫിക്കേഷൻസ് വേണം? ഷോർട്ട് ടൈം ഡിപ്ലോമ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, നഴ്സിംഗുമായി ബന്ധപ്പെട്ട ഡിപ്ലോമ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. സോ നഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ സപ്പോർട്ടിംഗ് സ്റ്റാഫ് നഴ്സിന് താഴെയുള്ളതാണ്. ഓക്കെ, പേഷ്യന്റിന്റെ എല്ലാ ബേസിക് നീഡ്സുകളും ചെയ്തു കൊടുക്കുന്നത് നഴ്സിംഗ് അസിസ്റ്റന്റ് ആണ്. ഇനി ഒരു നഴ്സിംഗ് അസിസ്റ്റന്റ് ആകണമെങ്കിൽ ഷോർട്ട് ടൈം ഡിപ്ലോമ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഇനി നഴ്സിംഗ് അസിസ്റ്റന്റിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഹെൽപ്പ് പേഷ്യൻസ് യൂസ് ദി ബാത്റൂം. ഓക്കെ, ബാത്റൂം യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. ക്ലീൻ ആൻഡ് ബേത്ത് പേഷ്യൻസ്, പേഷ്യന്റിനെ ബേത്ത് ചെയ്യാനും അതേപോലെ ക്ലീൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുക. മെയിൻറ്റെയിൻ പേഷ്യൻസ് ഹൈജീൻ ആൻഡ് ചേഞ്ച് ബെഡിങ്, ബെഡ്ഷീറ്റ്, ബെഡ് ലൈൻസ് ഒക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. അതേപോലെ പേഷ്യന്റിനെ ഹൈജീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ടേൺ, റീപൊസിഷൻ ആൻഡ് മൂവ് പേഷ്യൻസ് ബിറ്റ്വീൻ വീൽ ചെയർ, സീറ്റ് ആൻഡ് ബെഡ്സ്, ബെഡിലേക്ക് മൂവ് ചെയ്യാനും അതേപോലെ ടേൺ ചെയ്യിക്കാനും തിരിക്കാനും എല്ലാം എന്താണ്? വീൽ ചെയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി എന്താണ്? ഹെൽപ്പ് ചെയ്യുക. സെർവ് മീൽസ് ആൻഡ് ഹെൽപ്പ് പേഷ്യൻസ് ടേക്ക് ദെയർ ഫുഡ്, ഫുഡ് കഴിക്കുന്നതിന് വേണ്ടി ഫുഡ് മീൽസ് സെർവ് ചെയ്യുന്നതിന് വേണ്ടി എല്ലാം ഹെൽപ്പ് ചെയ്യുക. മെഷർ വൈറ്റൽ സൈൻസ് സച്ച് ആസ് ബ്ലഡ് പ്രഷർ, ടെമ്പറേച്ചർ ആൻഡ് റിപ്പോർട്ട് ടു RN. അതോടൊപ്പം തന്നെ പേഷ്യന്റിന്റെ സൈൻസ്, വൈറ്റൽസ് ചെക്ക് ചെയ്യുക, മെഷർ ചെയ്യുക. ലൈക്ക് ബ്ലഡ് പ്രഷർ, ടെമ്പറേച്ചർ പോലുള്ള കാര്യങ്ങൾ മെഷർ ചെയ്യുകയും അത് RN രജിസ്റ്റേർഡ് നഴ്സിന് ഹാൻഡ് ഓവർ ചെയ്യുകയും ചെയ്യുക. ഓക്കെ, ഹാൻഡ് ഓവർ ചെയ്യുക. ക്ലിയർ ആണോ? അപ്പൊ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഒരു ഹോസ്പിറ്റൽസിലെ പേഷ്യന്റ് കെയറുമായി ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് ആരാണ്? അസിസ്റ്റന്റ്. ആൻഡ് ഫസ്റ്റ് പൊസിഷനിൽ വരുന്നത് ആരാണ്? ഏറ്റവും കൂടുതൽ അതായത് ഹോസ്പിറ്റലിലെ മൊത്തത്തിൽ എല്ലാ നഴ്സിംഗ് സ്റ്റാഫുകളെയും ഡയറക്റ്റ് ചെയ്യുന്നത് ആരാ? ഡയറക്ടറാണ്. സോ ഇതോടുകൂടി ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ MCQ ഞാൻ അയച്ചേക്കാം. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അതില്? ഓക്കെ മാം, കഴിഞ്ഞ മോക്ക് ടെസ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഇന്നലെ കിട്ടിയിരുന്നല്ലോ, പക്ഷെ കയറാനായിട്ട് പറ്റിയിരുന്നില്ല.
ആടാ കംപ്ലൈന്റ് പറഞ്ഞായിരുന്നു ചില ഇഷ്യൂ ഉണ്ടെന്ന് കേറാൻ പറ്റുന്നില്ല അല്ലെ? ഓപ്പൺ ചെയ്യാൻ പറ്റാത്തതാണോ അല്ലെങ്കിൽ ഇല്ല, അതിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന കാണിക്കണത്. ഞാൻ അവിടെ അറിയിച്ചിട്ടുണ്ട് കേട്ടോ, ടെക്നിക്കൽ ടീമിനെ അറിയിച്ചിട്ടുണ്ട്. ഓക്കെ. ഓക്കെ. അപ്പൊ ഒരു എംപ്ലോയീസിന് നൽകുന്ന ട്രെയിനിങ് പ്രോഗ്രാം ഏതാ? എംപ്ലോയീസിന് നൽകുന്ന, സ്റ്റാഫിന് നൽകുന്ന ട്രെയിനിങ് പ്രോഗ്രാം ഏതാ? ഇൻഡക്ഷൻ ട്രെയിനിങ്. ജോലിയോടൊപ്പം തന്നെ നൽകുന്ന ട്രെയിനിങ് സർവീസ് ഏതാ? ജോലിയോടൊപ്പം തന്നെ നൽകുന്ന ഇൻ സർവീസ് എഡ്യൂക്കേഷൻ. സ്റ്റാഫിങ്ങിന് ഗൈഡ് ചെയ്യുന്നത് ആരാ? സ്റ്റാഫിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഗൈഡൻസ് നൽകുന്നത് ഏത് നേഴ്സാണ്? ഏത് പൊസിഷനിലുള്ള നഴ്സിംഗ് ഡയറക്ടർ. നഴ്സിംഗ് ഡയറക്ടർ ആണ് സ്റ്റാഫിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഗൈഡൻസ് നൽകുന്നത്. ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും സ്റ്റാഫ് നഴ്സിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് ആരാ? ഡിപ്പാർട്ട്മെന്റ് നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. ഈ വാർഡിലെ ആണെങ്കിലോ, വാർഡ് ഷിഫ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം തീരുമാനം എടുക്കുന്നത് ആരാ? വാർഡിലെ നഴ്സിംഗ് ഇൻചാർജ്. നഴ്സിംഗ് ഇൻചാർജ് ആണ്. ഇനി നമുക്ക് എന്താണ് എമർജൻസി ആയിട്ടുള്ള എക്യുപ്മെന്റുകൾ അവൈലബിൾ ആണോ, അതിന്റെ പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് ആരാ? നഴ്സിംഗ് സൂപ്പർവൈസർ. നഴ്സിംഗ് സൂപ്പർവൈസർ ആണ്. ഓക്കെ. ദെൻ പേഷ്യന്റിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുക, ബേസിക് നീഡ്സിന് വേണ്ടി സപ്പോർട്ട് നൽകുന്നത് ആരാ? നഴ്സിംഗ് അസിസ്റ്റന്റ്. ഓക്കെ. അപ്പൊ നല്ല രീതിയിൽ വായിച്ചു നോക്കുക, മാറിപ്പോകരുത്. കുറെ ഡ്യൂട്ടീസ് ഒക്കെ വരുന്നുണ്ട്, അപ്പൊ മാറിപ്പോകരുത്, നല്ല രീതിയിൽ വായിക്കുക. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മെഡിക്കൽ ടെർമിനോളജി ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ മെഡിക്കൽ ടെർമിനോളജി. സോ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നേഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട്? ഇതിന്റെ MCQ ഞാൻ അയച്ചേക്കാം കേട്ടോ. ഓക്കെ, ഡൗട്ട്സ് ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ? ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, ബൈ. ഓക്കെ മാം.